ടാക്സ് പ്ലാനിങ് ഇൻ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. പോസ്റ്റം എംകോമിൽ ഒരു തിയറി ഭാഗമാണ്. അപ്പോൾ എസ്സേക്കൊക്കെ വരാൻ വളരെ സാധ്യത കൂടുതലുള്ളൊരു ഭാഗമാണ്. സോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് ടാക്സ് പ്ലാനിങ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഷട്ട് ഡൗൺ ഓർ കണ്ടിന്യൂ, അതുപോലെ തന്നെ ഇൻ റെസ്പെക്റ്റ് ഓഫ് മേക്ക് ഓർ ബൈ ഡിസിഷൻ, അമാൽഗമേഷൻ ആൻഡ് മെർജർ. ഈ അമാൽഗമേഷൻ ആൻഡ് മെർജർ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ദെൻ ഓൺ ഓർ ലീസ്, ദെൻ ഫൈനലി റീപ്ലേസ്മെൻറ്റ് ഓർ റിന്യൂവൽ. ഇത്രയും ഭാഗമാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് നമുക്ക് ആദ്യം എന്താണ് ടാക്സ് പ്ലാനിങ് എന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നമുക്കറിയാം, ദി ഒബ്ജക്റ്റ് ഓഫ് എവറി ടാക്സ് പെയർ ഈസ് ടു മിനിമൈസ് ഹിസ് ടാക്സ് ലയബിലിറ്റി. ഓരോ ടാക്സ് പെയറുടെയും ഒരു അൾട്ടിമേറ്റ് പർപ്പസ് പറഞ്ഞാൽ എത്രമാത്രം നമ്മുടെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ പറ്റുമോ അതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയാൾക്ക് പല രീതി ഉപയോഗിക്കാൻ പറ്റും. ആ രീതികളൊക്കെയാണ് ടാക്സ് പ്ലാനിങ്, ടാക്സ് അവോയ്ഡൻസ്, ടാക്സ് ഇവേഷൻ. ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ള ഈ ടാക്സ് പ്ലാനിങ്ങും അതുപോലെ തന്നെ ടാക്സ് അവോയ്ഡൻസ് ഇത് രണ്ടും ലീഗലാണ്. പക്ഷേ ടാക്സ് ഇവേഷൻ, വെട്ടിപ്പ്, അതെന്താണ്? ഇല്ലീഗലാണ്. അപ്പോൾ എങ്ങനെ പറയാം നമുക്ക് ടാക്സ് പ്ലാനിങ് എന്നൊക്കെ പറയുമ്പോൾ ഇൻ്റലിജൻറ്റ് അപ്ലിക്കേഷൻ ഓഫ് എക്സ്പേർട്ട് നോളജ് എന്നൊക്കെ നമുക്ക് പറയാം. ഇറ്റ് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ബൈ ടാക്സ് പെയർ ടു റെഡ്യൂസ് ഹിസ് ടാക്സ് ബേർഡൻ ഓഫ് ടാക്സസ് ഇൻ എ ലീഗൽ മാനർ. നിയമപരമായിട്ടുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്നുമില്ല, നമുക്ക് നമ്മുടെ പരമാവധി എടുക്കാൻ ഒക്കുന്ന ഡിഡക്ഷൻസ്, റിബേറ്റ്, എക്സംഷൻസ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഇൻവോൾവ് പ്ലാനിങ് ഇൻ ഓർഡർ ടു അവെയിൽ ഓൾ എക്സംഷൻ, ഡിഡക്ഷൻ, റിബേറ്റ്സ്, അലവൻസ് ആൻഡ് അതർ റിലീഫ് എക്സെട്ര. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ എങ്ങനെ നമുക്കിത് പ്ലാൻ ചെയ്യാമെന്ന് ചെറിയൊരു എക്സാമ്പിളിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾ സപ്പോസ് ഒരു അസറ്റ് വാങ്ങിയിരിക്കുക. അസറ്റ് വാങ്ങുമ്പോൾ ഇപ്പോൾ ഒരു മെഷീനറി വാങ്ങിച്ചു. ഇപ്പോൾ ഒരു മെഷീനറി വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ക്യാപിറ്റൽ അസറ്റായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ചിലവിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുക. ഒരിക്കലും ഈ മെഷീനറി വാങ്ങിയത് നിങ്ങളിപ്പോൾ ഒരു 10 ലക്ഷം കൊടുത്തിട്ട് ഒരു മെഷീനറി വാങ്ങുകയാണെങ്കിൽ ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ടാക്സിൽ നിന്നൊക്കെ അതിന് ഡിഡക്ഷനൊക്കെ കിട്ടുള്ളൂ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തില്ല, ഡിഡക്ഷൻ ഇല്ല. പക്ഷേ ആ മെഷീനറി നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ വർഷവും അതിന് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നുണ്ടല്ലോ. ആ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമുക്കെന്താണ്, ആ ഡിപ്രീസിയേഷൻ്റെ നിരക്ക് നമുക്ക് ഒരു ഡിഡക്ഷനായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. സോ നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ. എന്നാൽ പർച്ചേസ് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ അടുത്ത് അതിനകത്തും വലിയ ഫണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലം ലീസിനെടുക്കാം, റെൻറ്റിനെടുക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ആ ലീസ് റെൻ്റൽ വാല്യൂ ഉണ്ടല്ലോ നിങ്ങൾ കൊടുക്കുന്ന ആ എമൗണ്ട്, അത് നിങ്ങൾക്ക് എന്താണ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇതിലേതാണ് നമുക്ക് ബെറ്റർ എന്നുള്ളതൊക്കെ. ഇതൊക്കെ ടാക്സ് പ്ലാനിങ്ങിൻ്റെ ഒരു അകത്ത് വരുന്ന സംഭവങ്ങളാണ്. ഓക്കെ, സോ സിംപ്ലി ടാക്സ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ നമ്മുടെ നോളജ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ടാക്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഷട്ട് ഡൗണിൽ, മേക്ക് ഓർ ബൈ ഡിസിഷനിൽ, ഓൺ ഓർ ലീസ്, ഇങ്ങനെ ഒരുപാട് അമാൽഗമേഷൻ എന്നൊക്കെ പറഞ്ഞല്ലോ. ആ ഒരു ഘട്ടത്തിലൊക്കെ നമ്മൾ എങ്ങനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്ട് ഫാക്ടേഴ്സ് ക്യാൻ ബി കൺസിഡർ വൈൽ ടാക്സ് പ്ലാനിങ്. നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? അതിൽ ഫസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി ഡൺ ബിഫോർ ദി അക്രൂവൽ ഓഫ് ഇൻകം. ഇൻകം ഉത്ഭവിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ആഫ്റ്റർ അക്രൂവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ആസ് അപ്ലിക്കേഷൻ ഓഫ് ഇൻകം. ഓക്കെ, ദെൻ സെക്കൻഡ്, ചോയ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഇറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ദി ചോയ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. അത് സോൾ ട്രേഡിംഗ് ആണോ, ഫേം ആണോ, കമ്പനിയാണോ എന്ന കാര്യം നമ്മൾ പരിഗണിക്കണം. ദെൻ അതോടൊപ്പം തന്നെ ചോയ്സ് ഓഫ് ലൊക്കേഷൻ ഓഫ് ബിസിനസ്, ദെൻ ചോയ്സ് ഓഫ്
ബൈ ഓർ ലീസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു സ്റ്റാറ്റസ് നമ്മൾ ഇന്ത്യയിൽ നോൺ റെസിഡൻ്റ് ആകുന്ന രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. കാരണം നോൺ റെസിഡൻറ്റിന് കുറേ ഇൻകത്തുനിന്ന് എന്താണ് എക്സംഷൻ ഉണ്ട്. നിങ്ങൾ റെസിഡൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഏകദേശം എല്ലാ ഇൻകത്തിനും ടാക്സ് കൊടുക്കണം അല്ലേ. ദാറ്റ് മീൻസ് അറേഞ്ച് അവർ സ്റ്റേ ഇൻ ഇന്ത്യ ഇൻ സച്ച് എ വേ ദാറ്റ് വി ആർ ട്രീറ്റഡ് ആസ് നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ, ഇതും പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ് ഡിസിഷൻ റിഗാർഡിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഡിബഞ്ചറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ ഷെയർ ക്യാപിറ്റലിൻ്റെ പുറത്ത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ് ഉണ്ടല്ലോ, ആ ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമുക്ക് അത് ഡിഡക്ഷന് വേണ്ടി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രോപ്പർ മിക്സ്, അതായത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ എനിവേ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് കൂടി നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ദെൻ വാട്ട് ആർ ദി ഒബ്ജക്റ്റ് ഓർ നീഡ് ഓഫ് ടാക്സ് പ്ലാനിങ്? ഒന്ന് നമ്മൾ പറഞ്ഞു, ടു റിഡ്യൂസ് ടാക്സ് ലയബിലിറ്റി. ഇതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ദെൻ ടു മിനിമൈസേഷൻ ഓഫ് ലിറ്റിഗേഷൻ. ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. അതായത് എപ്പോഴും നമ്മളും, അതായത് ടാക്സ് പെയർ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ, ടാക്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഓക്കെ, ഇവർക്കിടയിൽ എന്തുണ്ടാവും, ഒരു പിടിവലി എപ്പോഴും ഉണ്ടാവും. ദർ ഈസ് ഓൾവേസ് എ ടെഗ് ഓഫ് വാർ ഇൻ ബിറ്റ്വീൻ ടാക്സ് പെയർ ആൻഡ് ടാക്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നാണ് പറയാറ്. അതായത് ടാക്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എപ്പോഴും അവർ ശ്രമിക്കുന്നത് എന്താണ്, മാക്സിമം നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാനാണ്, ടാക്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോഴും ട്രൈ ചെയ്യുന്നതാണ് ടു റിഡ്യൂസ് അവർ ടാക്സ് ലയബിലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് ബേർഡൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പിടിവലി നമുക്ക് ഒഴിവാക്കാം, പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ. ദെൻ മറ്റൊന്ന് പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വരവിൻ്റെ ഒരു ഭാഗം, വരുമാനത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു പോളിസിയൊക്കെ എടുക്കുകയാണെങ്കിൽ 80Cയിൽ നമുക്ക് എന്ത് ചെയ്യും, ഡിഡക്ഷനൊക്കെ അലവബിളാണ് അല്ലേ. 1,50,000 വരെയൊക്കെ നമുക്ക് 80C, CCD, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ ഒരുമിച്ച് നമുക്ക് കളക്റ്റീവായിട്ട് ഒരു 1,50,000 വരെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ്. അപ്പോൾ ടാക്സിൻ്റെ ബെനിഫിറ്റും കിട്ടും, നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റും ആണ്. ഓക്കെ. ദെൻ ഹെൽത്തി ഗ്രോത്ത് ഓഫ് എക്കോണമി. സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും കൂടിയും അതൊരു കാരണമാണ്. കാരണം ഈ ഒരു ഫണ്ടാണ് നമ്മുടെ അവസാനം നമ്മളെ നാഷണൽ എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ. ദെൻ എക്കണോമിക് സ്റ്റെബിലിറ്റി അതുവഴി കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ദെൻ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. സ്വാഭാവികമായിട്ട് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കിട്ടും എന്ന് പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ ടാക്സ് കൺസൾട്ടൻസ് അല്ലേ, അപ്പോൾ ഇത്തരത്തിലുള്ള വിഭാഗങ്ങളൊക്കെ ഇതിലൊക്കെ തൊഴിൽ സൃഷ്ടിക്കാനിത് കാരണമാകുന്നുണ്ട്. സോ ഇതൊക്കെ അതിൻ്റെ ഒരു ആവശ്യകതയായിട്ട് അല്ലെങ്കിൽ ഒരു ലക്ഷ്യമായിട്ടൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ. സോ നമുക്ക് ആദ്യത്തെ ഒരു പോയിന്റിലേക്ക് കിടക്കാം, ഷട്ട് ഡൗൺ ഓർ കണ്ടിന്യൂ. അത് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ടാക്സ് പ്ലാനിങ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഷട്ട് ഡൗൺ ഓർ കണ്ടിന്യൂ. നമുക്കറിയാം, നിരന്തരമായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ ലോസ് സംഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളൊന്ന് ചിന്തിക്കും, ഇനി ഇത് തുടരണോ എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു തീരുമാനമാണ് ഷട്ട് ഡൗൺ ഓർ കണ്ടിന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ ടാക്സ് പ്ലാനിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ എന്തെല്ലാമാണ് ഇതിൻ്റെ റീസൺ എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഫാൾ ഇൻ ഡിമാൻഡ് ഫാൾ ചെയ്യാനുണ്ടെങ്കിൽ ചിലപ്പം മാർക്കറ്റിലേക്ക് പുതിയൊരു പ്രൊഡക്റ്റ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഫാഷൻ ഔട്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്, നിർമ്മാതാക്കൾ, അവരുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണെങ്കിലൊക്കെ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കുറയാം. ഓക്കെ. അപ്പോൾ അത് ഈ ഒരു ഷട്ട് ഡൗൺ എന്ന് പറയുന്നതിന് ഒരു റീസണാണ്. ദെൻ ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഇല്ലാക്കുക, അല്ലെങ്കിൽ നമുക്കെന്താണ് ഒരു ക്രെഡിറ്റൊന്നും അവൈലബിൾ ആകാതിരിക്കുക. നമ്മളിപ്പോൾ ഒരു ബാങ്കിനെ സമീപിക്കുമ്പോൾ അവരൊന്നും നമുക്ക് അനുകൂലമായിട്ട് നടപടി എടുക്കണില്ല. അത് മേ ബി ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ
ഒരു വലിയ റെസ്ട്രിക്ഷൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ടായിരിക്കാം. ഓക്കെ, സോ എനിവേ ഫിനാൻഷ്യൽ പ്രോബ്ലം ഒരു കാരണമാണ്. ഇത് നമുക്കറിയാം ടെക്നോളജിയിൽ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. അത് ഭയങ്കരമായിട്ടുള്ള അപ്ഡേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നിന്നിട്ടില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഔട്ടാവും. ദെൻ മിസ്മാനേജ്മെൻറ്റ്, സിംപ്ലി മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇൻഎഫിഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല, നല്ല കഴിവുള്ള ആളുകളും വേണം, തലപ്പത്ത് വേണം നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ. ഓക്കെ, പിന്നെ ഹൈ ടാക്സ് റേറ്റ്, ഇതും ഒരു കാരണമായിട്ട് നമുക്ക് പറയാം. കാരണം ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, സെയിൽസ് ടാക്സ്, ഇത്തരത്തിലുള്ള ഒരുപാട് നമ്പർ ഓഫ് ടാക്സ് ഉണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും എന്താണ് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുന്നതിന് കാരണമാവും. ഓക്കെ, അങ്ങനെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹൈ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ഒരു കാരണമാണ്. പക്ഷേ ഇപ്പോൾ GST ഒക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് ടാക്സ് എന്നുള്ളതൊക്കെ എന്താണ് ഒഴിഞ്ഞ് പോയിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഒരു കാസ്കേഡിങ് എഫക്റ്റ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ എന്താണ് പോയിട്ടുണ്ട്. ഒരു സിംഗിൾ ടാക്സ് സിസ്റ്റമാണല്ലോ GST എന്ന് പറയുന്നത്. എന്നാലും നമുക്കെന്താണ് ഹൈ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്കൊരു കാരണമായിട്ടൊക്കെ പറയാം. സോ നമ്മളൊരു ബിസിനസ് എന്താണ്, ഇപ്പോൾ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണെങ്കിൽ, വെൻ ബിസിനസ് സഫർ കണ്ടിന്യൂസ് ലോസ്, വാട്ട് എവർ മേ ബി ദി റീസൺ, മാനേജ്മെൻറ്റ് ഹാസ് ടു ഡിസൈഡ് വെദർ ദി ബിസിനസ് ഷുഡ് ബി ഷട്ട് ഡൗൺ ഓർ കണ്ടിന്യൂ. അപ്പോൾ എന്ത് റീസൺ ആയിക്കോട്ടെ എന്താണ് മാനേജ്മെൻറ്റ് തീരുമാനിക്കണം ഇതിന് തുടരണോ വേണ്ടേ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് അത്തരത്തിലുള്ള തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും ഇമ്പാക്റ്റ് ഓഫ് ഇൻകം ടാക്സ് പ്രൊവിഷൻ ഷുഡ് ബി കൺസിഡർഡ്, അതുകൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ അതാണ് നമ്മളെ പഠനം എന്ന് പറയുന്നത്. ഇനി ടാക്സ് പ്ലാനിങ് ആണ്. അതായത് ഷട്ട് ഡൗൺ ഓർ കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ അവിടുത്തെ ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നുള്ളതാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ, ബിസിനസ് ലോസ് ഉണ്ടാവാം. മുകളിൽ ഒരു ഹെഡിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ഹാസ് ബീൻ ഡിസ്കണ്ടിന്യൂഡ് ഡ്യൂ ടു ലോസ് കാരണം, ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ബിസിനസ് ലോസ് എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. സാധാരണഗതിയിൽ നമ്മൾ ബിസിനസ് ലോസ് എന്ന് പറയുന്ന സാലറി ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഹെഡിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് ആണെങ്കിൽ നമുക്ക് മറ്റൊരു ബിസിനസ് ഇൻകത്തിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. സോ ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ബിസിനസ് പ്രോഫിറ്റ് ഓൺലി. മാത്രമല്ല ഇതിൻ്റെ ആ ലോസ് ഉണ്ടല്ലോ ബാക്കി ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ഇയറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നോട്ട് ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദെൻ അതുപോലെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. എന്താണ് യഥാർത്ഥത്തിൽ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം തീരാത്ത അതിൻ്റെ ബാക്കി. സാധാരണഗതിയിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എത്ര വർഷം വരെ നമുക്കെന്താണ് അത് തീരുന്നത് വരെ അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമുക്കെന്താണ് ഇത്തരത്തിൽ തീരാത്ത ഡിപ്രീസിയേഷൻ്റെ ഭാഗം ഉണ്ടാവും. അത് നമുക്കെന്താണ് സാലറി ഒഴികെയുള്ള ഏതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, അത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പറഞ്ഞു ഇൻഡെഫിനിറ്റ് പീരീഡ് ആണ്, ദർ ഇസ് നോ ലിമിറ്റ്. അത് എത്ര വർഷം വരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഓക്കെ, ഈ രണ്ട് ട്രീറ്റ്മെൻറ്റുമാണ് നിങ്ങൾ ടാക്സ് പ്ലാനിങ് ആയിട്ട് മനസ്സിലാക്കേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടെ വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഡിസ്കണ്ടിന്യൂ ഓഫ് ബിസിനസ് എന്ന് പറയുന്നതിൽ എന്തു വരില്ല, ഇപ്പോൾ സമാനമായിട്ടുള്ള ബിസിനസ് നടത്തുകയാണ് നിങ്ങൾ. ഇപ്പോൾ എ എന്ന് പറയുന്നൊരു ബിസിനസ്സുണ്ട്, ബി എന്ന് പറയുന്ന ബിസിനസ്സും ഒരേപോലത്തെ ബിസിനസ്സാണ്. ഇത് ഒരു പ്ലേസിലാണ്, ഇത് മറ്റൊരു പ്ലേസിലാണ്. ഇതിൽ ബി എന്ന് പറയുന്ന ബിസിനസ് പൂട്ടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഡിസ്കണ്ടിന്യൂ ഓഫ് ബിസിനസ് എന്നല്ല, അതൊരു ബിസിനസ് മാത്രമേ പൂട്ടുള്ളൂ. ഓക്കെ, ദെൻ ഷിഫ്റ്റിംഗ് ഓഫ് ബിസിനസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുകയാണെങ്കിൽ അതെന്തല്ല, ഡിസ്കണ്ടിന്യൂ ഓഫ് ബിസിനസ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പാക്റ്റ് ഓഫ് ടാക്സ്. അതിൽ ഫസ്റ്റ് പോയിന്റ് വിഡ്രോവൽ ഓഫ് സർട്ടൻ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുവരെ കിട്ടിപ്പോന്നിരുന്ന ചില ഡിഡക്ഷൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ സെക്ഷൻ 33AB അതുപോലെ 115VT. ഈ AB പറയുന്നത് ടീ, കോഫി ആൻഡ് റബ്ബർ ഡെവലപ്മെൻ്റ് ഒക്കെയാണ്. 115VT പറയുന്നത് റിസർവ് ഫോർ ഷിപ്പിംഗ് ബിസിനസ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഇതിൻ്റെയൊക്കെ ഡിഡക്ഷൻസോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബെനിഫിറ്റൊക്കെ നിങ്ങൾ ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്താൽ ആ വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, അത് കിട്ടില്ല.
അതാണ് ഈ പറഞ്ഞ പോയിന്റ്. ദി ബെനിഫിറ്റ് ഓഫ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 33AB ആൻഡ് 115VT മേ ബി വിഡ്രോൺ, അത് തിരിച്ച് ഒരു ഇങ്ങോട്ട് തന്നെ വലിക്കും എന്നർത്ഥം. ആൻഡ് ലയബിൾ ടു ടാക്സ്, നമ്മൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥമാണ്. ഫോർ ദി ഇയർ ഇൻ വിച്ച് ബിസിനസ് ഈസ് ഡിസ്കണ്ടിന്യൂഡ്, ഏത് ഇയർ ആണോ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് ആ വർഷം മുതൽ. ഓക്കെ. ദെൻ അതുപോലെ മറ്റൊരു പോയിന്റ്, സെയിൽ ഓഫ് ഡിപ്രീഷ്യബിൾ അസറ്റ്. ബിസിനസ് സ്ഥാപനത്തിൽ ഡിപ്രീസിയേഷൻ സംഭവിക്കുന്ന അസറ്റുണ്ട്, അല്ലാത്ത അസറ്റുണ്ട്, നോൺ ഡിപ്രീഷ്യബിൾ അസറ്റുണ്ട്. അപ്പോൾ ലാൻഡൊക്കെ നമ്മൾ നോൺ ഡിപ്രീഷ്യബിൾ അസറ്റായിട്ട് പറയും. അതിന് ഡിപ്രീസിയേഷൻ സംഭവിക്കില്ല എന്നുള്ളതാണ് കാഴ്ചപ്പാട്. ഓരോ വർഷവും ലാൻഡിനൊക്കെ വില കൂടാനാണ് സാധ്യത അല്ലേ. നേരെ മറിച്ച് മെഷീനറി എന്നൊക്കെ പറയുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും വർക്ക് ചെയ്യുന്നതോട് കൂടി അതിൻ്റെ വില കുറയും, അല്ലെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി കുറയും. സോ അത് ഡിപ്രീഷ്യബിൾ അസറ്റാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മെഷീനറി പോലുള്ള ഡിപ്രീഷ്യബിൾ അസറ്റ് ഇത് നിങ്ങൾ വിൽക്കുമ്പോൾ എന്തെങ്കിലും ലാഭം ആണ് കിട്ടുന്നതെങ്കിൽ, ചിലപ്പം ലാഭം ആവാമല്ലോ, ഒരു അസറ്റ് വിൽക്കുമ്പോൾ ചിലപ്പോൾ ലാഭം കിട്ടാം, നഷ്ടമാവാം. അങ്ങനെ എന്തെങ്കിലും ലാഭം കിട്ടുകയാണെങ്കിൽ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? അതിനെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, അതിന് ടാക്സും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ബിസിനസ് പൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആസ്തികളൊക്കെ നമ്മൾ വിൽക്കുമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്താണ് ലാഭം കിട്ടുകയാണെങ്കിൽ അതെന്താണ്, ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇൻ കേസ് ഓഫ് ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് ഓൺലി അഗെയിൻസ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ. ഇനി അതല്ല, ലോസ് ആണ് ഇരിക്കുക, അങ്ങനെയാണെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്യാൻ ഏത് മാത്രമേ പറ്റുള്ളൂ, ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. മറ്റൊന്ന്, നിങ്ങൾ ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ ഒരുപാട് വർക്കേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ വർക്കേഴ്സിനും പിരിച്ചു വിടേണ്ടതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ അവരെ പിരിച്ചു വിടുന്ന സമയത്ത് നല്ലൊരു തുക ചിലപ്പോൾ അവർക്ക് കോമ്പൻസേഷനായിട്ട് കൊടുക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. സോ റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ പെയ്ഡ് ടു സ്റ്റാഫ് ഇൻ ദി ഇവൻറ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂൻസ് ഓഫ് ബിസിനസ്. ആ എക്സ്പെൻഡിച്ചർ ഉണ്ടല്ലോ, ദി എക്സ്പെൻഡിച്ചർ വുഡ് ബി ഡിസ്അലൗഡ്. അത് നമുക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ആ ഡിസ്അലൗഡ് എക്സ്പെൻസ് ആയിട്ടാണ് പരിഗണിക്കുക. കാരണം എന്താണ്, ആ ബിസിനസ് അവിടെ നിർത്തി എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഓക്കെ. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു ബിസിനസ്സായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ എന്താണ് ലോൺ എടുത്തിട്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഓൺ ബോറോവ്ഡ് ഫണ്ട് ഇൻ റിലേഷൻ ടു ഡിസ്കണ്ടിന്യൂ ബിസിനസ്, അതും എന്ത് ചെയ്യാൻ പാടില്ല, അതും നമുക്ക് ഡിഡക്ഷന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഓരോ വർഷം കൊടുക്കുന്ന ഇൻട്രസ്റ്റൊക്കെ നമുക്ക് എന്താണ് അത് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ബിസിനസ് നമുക്ക് ഉണ്ടായിരിക്കുക, ഒന്ന് ഇത് ഒന്ന് മറ്റൊന്ന്. ഓക്കെ. ഈ ഒരു ബിസിനസ്സിൽ നിന്ന് നമുക്ക് ലോസ് സംഭവിക്കേണ്ടിയിരിക്കുക. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അത് തൽക്കാലം എന്താണ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട, നിർത്തണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സാധനങ്ങളൊക്കെ ഈ പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ള സംഭവം ഈ ബിസിനസ് ഉണ്ടല്ലോ, ഇതൊന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ. ഇഫ് എ പേഴ്സൺ ഈസ് റണ്ണിങ് മോർ ദാൻ വൺ ബിസിനസ്, ഒന്നിൽ കൂടുതൽ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ ദി ലോസ് മേക്കിംഗ് ബിസിനസ് ഷുഡ് നോട്ട് ബി ഡിസ്കണ്ടിന്യൂഡ്. ആ ലോസ് ഉള്ള ബിസിനസ് തൽക്കാലം എന്താണ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട. ബട്ട് ഓപ്പറേറ്റഡ് അറ്റ് എ ലോ കീ, അതിനെ ചെറുതാക്കിയിട്ട് ഒരു ലോസ് കുറച്ച് കൊണ്ടുവരുന്ന രീതിയിൽ മെല്ലെ തന്നെ റണ്ണ് ചെയ്ത് പോവുക. അതെന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ സം ടൈം ടു ക്ലെയിം എബവ് ലോസസ് ആൻഡ് എക്സ്പെൻസസ്. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ലോസ് എക്സ്പെൻസ് ഒക്കെ ഉണ്ടല്ലോ, അതെന്താണ് എഗെയിൻസ്റ്റ് ദി ഇൻകം ഓഫ് പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ്. ആ രണ്ടാമത്തെ ബിസിനസ് ഉണ്ടല്ലോ പ്രോഫിറ്റ് ഉള്ളത്, അതിന് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു ടാക്സ് പ്ലാനിങ് ആണ്, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ദെൻ ഫൈനലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, എനി പേഴ്സൺ ഡിസ്കണ്ടിന്യൂയിങ് എനി ബിസിനസ് ഓർ പ്രൊഫഷൻ ഷാൾ ഗീവ് ടു ദി ഇൻകം ടാക്സ് ഓഫീസർ എ നോട്ടീസ് ഓഫ് സച്ച് ഡിസ്കണ്ടിന്യൂസ് വിത്ത് 15 days. 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നോട്ടീസ് ഇൻകം ടാക്സ് ഓഫീസർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. എനി സം റിസീവ്ഡ് ആഫ്റ്റർ ദി ഡിസ്കണ്ടിന്യൂൻസ് ഷാൾ ബി ഡീംഡ് ടു ബി ദി ഇൻകം ഓഫ് ദി റെസിപ്പിയൻ ആൻഡ് ചാർജ്ഡ് ടാക്സ്. ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് ശേഷം വല്ല ഇൻകവും വരികയാണെങ്കിൽ ഷാൾ ബി ഡീംഡ് ടു ബി ദി ഇൻകം ഓഫ് ദി റെസിപ്പിയൻ. അത് ആരുടെ കയ്യിലേക്കാണ് വരുന്നത്, അയാൾക്ക് ടാക്സബിൾ ആണ്, അതിന് ചാർജും ചെയ്യണം. ഓക്കെ. ഈ രണ്ട് പോയിൻറ്റും ഇതായിട്ട്
കൂട്ടിച്ചേർക്കുക. സോ വീഡിയോ ഒരുപാട് ലെങ്തായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് പ്ലാനിങ് ഇൻ റെസ്പെക്ട് ഓഫ് മേക്ക് ഓർ ബൈ, അമാൽഗമേഷൻ, ഓൺ ഓർ ലീസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.